ഡോക്ടർ ടി പി സെൻകുമാർ, പെരുകുന്ന കുറ്റകൃത്യങ്ങൾ കണ്ട് മനുഷ്യ മനസാക്ഷി മരവിച്ചിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി നടുക്കുന്ന സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ്സുകാരനെ അതിക്രൂരമായി അടിച്ച് കൊന്നു. സഹജീവികളെ സ്നേഹിക്കാനും അവരോട് അലിവോടെ പെരുമാറാനും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളും ഗുരുക്കന്മാരും ഉപദേശിച്ചിരുന്നു. നല്ല വാക്ക് ഓതുവാനും നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തരാനും ആളില്ലാത്തതാണോ വർത്തമാനകാലത്തെ കൂടുതൽ ആസുരതയിലേക്ക് നയിക്കുന്നത്? നമ്മുടെ കാലത്ത് ഇതുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, അതായത് 20ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന ഘട്ടം വരെ ഈ മൊബൈൽ ഫോണൊന്നും ഇതുപോലെ വ്യാപകമായിരുന്നില്ല. 21ാം നൂറ്റാണ്ടിലേക്ക് വന്നതോടുകൂടി മൊബൈൽ ഫോണിൻ്റെ കൂടി ലഭ്യത, അതോടൊപ്പം ഇൻ്റർനെറ്റും ഡാർക്ക് നെറ്റും ഇതുപോലെ അനവധി സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭ്യമായി. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൂടുതൽ പരസ്പരം ബന്ധപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഹീറോയിസം കാണിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അവരുടെ സിനിമാ ഹീറോസ് കാണിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിൻ്റെ പേരിൽ, അങ്ങനെ ഏതെങ്കിലും പേരിൽ, അതല്ലെങ്കിൽ നേതാവ് ആകാനായിട്ട്, ഇതിനൊക്കെ ആയിട്ട് വയലൻസ്. ഇപ്പോൾ ഈ ഇവിടെ താമരശ്ശേരിയിൽ നടന്ന കാര്യത്തിൽ ഡ്രഗിൻ്റെ അബ്യൂസ് ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല, അല്ലാതെ തന്നെ നടന്ന വയലൻസ് ആയിട്ടാണ് അറിയുന്നത്. അതുപോലെ വളരെയധികം വയലൻസ് കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ, കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് ഇവരെല്ലാം ബാലനീതിയുടെ കീഴിലായിടം വരുന്നത്. ഇപ്പോൾ മിക്കവാറും കുറ്റങ്ങൾക്കൊന്നും ഇവരെ ശിക്ഷിക്കാറില്ല. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടുന്നു. അത് 18 വയസ്സ് വരെ ആകുമ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത്. അതായത് അതൊരു 16 വയസ്സിൽ ചുരുക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൺകുട്ടികളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിലല്ല, ആൺകുട്ടികളുടെ കാര്യത്തിൽ 16 വയസ്സ്, അതല്ലെങ്കിൽ ചില ഒഫൻസസിന്, ഡ്രഗ് അബ്യൂസ്, അതുപോലെ സെക്ഷൽ അസാൾട്ട്സ്, ഇതുപോലെ മർഡർ, ഇത്തരം കേസുകൾക്ക് എല്ലാത്തിനും എക്സംഷൻ കൊടുത്ത് ഒരു 16 വയസ്സുകളിൽ അവരെ വ്യത്യസ്തപ്പെടുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ വരുന്നതോടുകൂടി ഇപ്പോൾ ഈവൻ ടെററിസത്തിന് ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ടെററിസത്തിന് പോലും ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അണ്ടർ 18 കുട്ടികളെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പിടിച്ചാലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട്, ഇൻക്ലൂഡിങ് ഫോർ ടെററിസം. അതുപോലെ കാരിയേഴ്സായിട്ട് കുറേ കുട്ടികളെ കൊണ്ടു നടക്കാൻ, അണ്ടർ 18 കുട്ടികളെ കൊണ്ടു നടക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെയാണ് ഇവരെല്ലാം സ്കൂളുകളിലൊക്കെ നടത്തുന്ന വയലൻസ്. ഇത് രാഷ്ട്രീയമുള്ള സ്കൂളുകളിലും വയലൻസ് നടക്കുന്നുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്ത സ്കൂളുകളിലും വയലൻസ് നടക്കുന്നുണ്ട്. അതിലും ഏറ്റവും വികൃതമായിട്ട് തോന്നുന്ന ഒന്ന്, പണ്ട് മെഡിക്കൽ കോളേജുകളിലും എൻജിനീയറിംഗ് കോളേജുകളിലും ഉണ്ടായിരുന്ന റാഗിങ് ഇപ്പോൾ അവിടെ നിന്നെല്ലാം പോയിട്ട് ആർട്സ് കോളേജിലും സയൻസ് കോളേജിലും, അതുപോലെ ഒരിക്കലും ഇത് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലാണ് വളർന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പോലും അത്ഭുതകരമാണ്. അത് കൂടുതലൊരു ഡിസ്കഷന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം നമ്മൾ താരതമ്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത 2 തലമുറകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. താരതമ്യം ചെയ്യാൻ സാധിക്കില്ല, അത്രമാത്രം വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ഇന്നത്തെ തലമുറ വളരുന്നത്. അതുകൊണ്ട് ആ താരതമ്യം ഒരിക്കലും പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.